ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ് റിയൽമിയുടെ പുതിയ മോഡലായിട്ടുള്ള റിയൽമി C33 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇറങ്ങുന്ന ഫോൺ എന്ന് പറയുന്നത് കേട്ടോ. ഫോണിൻ്റെ ലുക്കൊക്കെ കണ്ടിട്ട് പേടിക്കേണ്ട, 10,000 രൂപ താഴെ മാത്രം പ്രൈസ് വരുന്നത്. ഒരു 10,000 രൂപ താഴെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് അല്ലെങ്കിൽ ബിലോ ബഡ്ജറ്റ് സെഗ്മെൻറ്റിനകത്ത് ഇറങ്ങുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന നിലയ്ക്ക് പുതിയ ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ഫോണിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഏറ്റവും മിനിമം ആയിട്ടുള്ള യൂസിങ്ങിന്, സാധാരണ ബ്രൗസിങ്, അതുപോലെ ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റവും നോർമലായിട്ടുള്ള യൂസിങ്ങിന് പറ്റിയ ഒരു സെക്കൻഡറി ഫോണൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു മോഡലായിട്ട് പരിഗണിക്കാൻ പറ്റിയ മോഡലാണെന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ഒരു അൺബോക്സിങ് നമുക്ക് നോക്കാം. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് റിയൽമി C33 എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സ് സാധാരണ റിയൽമിയുടെ കാണുന്ന ആ മഞ്ഞ ബോക്സിന് വരുന്നത്. ഇവിടെ മോഡൽ നെയിം C33 കൊടുക്കുന്നുണ്ട്. താഴെ റിയൽമിയുടെ പേര്, ഇവിടെയും പേര്, ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ്. അതായത് 5000 mAh ബാറ്ററി ഉണ്ട്, അതുപോലെ 8.3 mm തിക്നെസ് വരുന്നത്, 50 MP ക്യാമറ ഉണ്ട്, പിന്നെ പവർഫുൾ ചിപ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ IMEI നമ്പർ കാര്യങ്ങൾ, പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, ഫോണിൻ്റെ ബോക്സിനോട് എന്തൊക്കെ കിട്ടുന്നുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോൾ എടുത്തുള്ള ഇതിൻ്റെ 3GB RAM 32GB വേരിയൻ്റ് ഉണ്ടോ. പിന്നെ അതിൻ്റെ MRP ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ റെഗുലർ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 8,500-9,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിന് ഇത് ഒട്ടും വറുത്തല്ല. ഓഫർ സമയങ്ങളിൽ 8,000 രൂപ 7,500 രൂപയ്ക്ക് ഫോൺ കിട്ടും. ആ ഒരു പ്രൈസിനാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കുമ്പോൾ ചെറിയൊരു ബോക്സ് നമുക്ക് കാണാം. ഇതിനകത്ത് ഒന്നുമില്ല. ഞാൻ ബാക്ക് പോച്ച് പ്രതീക്ഷിച്ചു, പക്ഷേ ഇതിനകത്ത് ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു യൂസർ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതാണ് സ്മാർട്ട് ഫോൺ, അത് നമുക്കതിലേക്ക് വരാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ചാർജർ കിട്ടുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ് കേബിൾ അല്ല, സാധാ മൈക്രോ USB ചാർജിങ് പിന്നാണ് വരുന്നത്. വേറൊന്നും ഈ ഫോണിൻ്റെ കൂടെ വരുന്നില്ല. ഫാസ്റ്റ് ചാർജർ ഒന്നുമല്ല, ഒരു നോർമൽ ചാർജറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് റിയൽമി C33 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിർത്തുള്ള ഇതിൻ്റെ അക്വാ ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. ഇതിൻ്റെ ബ്ലാക്ക് കളർ കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നല്ല ഡിസൈനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു 10,000 രൂപ താഴെ, ഒരു 8,000 രൂപ 9,000 രൂപ പ്രൈസ് റേഞ്ചുള്ള ഫോണായിട്ട് തോന്നില്ല. അത്ര നല്ല ഭംഗിയുള്ളൊരു ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പ്ലാസ്റ്റിക് ഗ്ലോസിയാണ് വരുന്നത്. എന്തായാലും സ്ക്രാച്ചുകളും അഴുക്കുകളും എന്തായാലും വരും. അപ്പോൾ ഈ ഫോൺ വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും ഒരു ബാക്ക് പോച്ചൊക്കെ വാങ്ങിച്ചിടാം, നിർബന്ധമായിട്ട് വാങ്ങിച്ചിടാം. പിന്നെ ഇവിടെ ഞെക്കുമ്പോൾ ഉണ്ടോ, അത്ര ഒരു നല്ലൊരു ഫിറ്റായിട്ടുള്ളൊരു ബാക്ക് പാനലായിട്ട് തോന്നുന്നില്ല. ഒറ്റ നോട്ടത്തിൽ കാണാൻ നല്ല ലുക്കുണ്ട്, നല്ല ഭംഗിയുള്ള ഫോണായിട്ട് പറയാം. പക്ഷേ ബാക്ക് കവർ നിർബന്ധമായിട്ട് വാങ്ങിച്ചിടാം. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ ഡിസൈനാണ്. നല്ല 2 വട്ടം ക്യാമറകൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ റിയർ ക്യാമറ 50 MP. പക്ഷേ ഇതെന്ന് പറയുന്നത് 0.3 MP അത്രയും വളരെ ലോ ക്യാമറയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ചെറിയൊരു സെൻസറിന് വേണ്ടിയിട്ട് ഇത്ര വലിയ റൗണ്ട് കൊടുത്തത് ഡിസൈൻ ഭംഗിയാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ഫ്ലാഷ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. താഴെ റിയൽമിയുടെ ലോഗോവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്യാമറയുടെ ഭാഗം കണ്ടോ, നല്ലോണം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് പോച്ചോ എന്തെങ്കിലും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്, സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. സൈഡ് നോക്കുമ്പോൾ നല്ല ബോക്സ് ഡിസൈനാണ് വരുന്നത്. സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും ഈ സൈഡിലാണ് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ വേറെ ഒന്നുമില്ല. ഈ സൈഡും ക്ലീൻ ആണ്. ഇവിടെ സിം കാർഡ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ. സിം കാർഡും മെമ്മറി കാർഡും ഇടാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. പിന്നെ താഴെ നോക്കുമ്പോൾ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്. മൈക്രോ USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. സ്പീക്കർ ഗ്രിൽ വരുന്നുണ്ട്. ഇത് ടൈപ്പ് സി ആണെങ്കിൽ ഒന്നുകൂടി നന്നായനെ. ഈ ഡിസൈനിലും ഭംഗി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എല്ലാ ഫോൺസും ടൈപ്പ് സി ആണ് വരുന്നത്. പിന്നെ ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയാം. ഇനി നമുക്ക് എന്തായാലും ഈ ഫോൺ ഓണാക്കി നോക്കാം. ഞാൻ ഈ ഫോൺ ഓൾറെഡി ഓണാക്കി നോക്കി കുറച്ചേരം ഉപയോഗിച്ചൊക്കെ നോക്കിയതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ടില്ല, ഇതിനകത്ത് മറ്റേ കറോ ഡിസ്പ്ലേ നല്ല വരുന്നത്, ഫ്ലാറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോൺ വാങ്ങിച്ചാൽ ആദ്യം തന്നെ പോയിട്ട് ഒരു സ്ക്രീൻ ഗ്ലാസ് വാങ്ങിച്ചിടാം. കാരണം വേഗം പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ റെഡ്മിയുടെ 9A ഫോണുകളൊക്കെ അൺബോക്സ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അതിപ്പോൾ സെയിം കാര്യം ഇവിടെയും പറയുന്നത്. ഇത് കണ്ട ഫ്ലാറ്റാണ് വരുന്നത്. മറ്റേ ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. അപ്പോൾ സാധാ പഴയ ഫോണിൽ വരില്ലേ, ലെനോവോയുടെ സാംസങ്ങിൻ്റെ ഫോണിനൊക്കെ തുകയില്ലേ, അതേപോലെ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ പൊട്ടി കഴിഞ്ഞാൽ നല്ല വേഗം പൊട്ടും. അപ്പോൾ ഇതാണ് റിയൽമി C33 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഓൺ ആകുമ്പോൾ കാണുന്നതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു സ്ക്രീനാണ് വരുന്നത്. പക്ഷേ ബസ്സിൽ കുറച്ച് കൂടുതലാണ് കേട്ടോ. സൈഡ് അടിയിലൊക്കെ വളരെ വലിയ ചിഹ്നമാണ് വരുന്നത്. സൈഡിലും അതിനനുസരിച്ച് നല്ല കനത്തിലാണ്, നല്ല കട്ടിയിലാണ്. മുകളിൽ നോച്ച് ഡിസ്പ്ലേ ആയാലൊക്കെ അത് കാണുന്ന സ്ക്രീൻ വളരെ ചെറുതേപോലെ നമുക്ക് ഫീൽ ചെയ്യും. ബസ്സിൻ്റെ മുകളിലത്തെ ബസ്സിലൊക്കെ വളരെ കൂടുതലാണെന്ന് പറയാം. കുഴപ്പമില്ല, ബഡ്ജറ്റ് ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ വിട്ട് കളയാം. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ആപ്സ് ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഉണ്ട്. ഒരു 10-12 ആപ്സ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞെക്കി പിടിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റും. ഒരുപാട് ആപ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ റാം കുറവായി ഫോണത്, റാമും സ്റ്റോറേജൊക്കെ കുറവായി ഫോണാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇത്രയും ആപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഫോൺ ഹാങ് ആവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ
നമ്മുടേതായ ആപ്പുകളും വാട്സപ്പും കാര്യങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞാൽ വീണ്ടും ഹാങ് ആകും. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്സ് ഒഴിച്ച് ബാക്കിയൊക്കെ കളയുന്നതാണ് നല്ലത് കേട്ടോ. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഫുൾ എച്ചിലൊന്നുമില്ല, വെറും HD+ ഡിസ്പ്ലേ വരുന്നത്. എന്നാലും കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രൈറ്റ്നസ് ഇപ്പോൾ ഞാൻ പകുതി ഇട്ടിട്ടുള്ളൂ, ഫുള്ള് ഇട്ടാൽ നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നൈറ്റാണ് വീഡിയോ എടുക്കുന്നത്, ഇൻഡോറിലാണ്, ഔട്ട്ഡോറിലല്ല എടുക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അബവ് ആവറേജ് ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ അബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഫോണിൻ്റെ മോഡൽ നെയിം Realme C33 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 12 ആണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. സാധാരണ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോണുകൾ ഇപ്പോഴും ആൻഡ്രോയിഡ് വേർഷൻ 11 വരുന്നുണ്ട്, 12 കൊടുക്കുന്നുണ്ട്. പക്ഷേ S Edition, അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഗോ വേർഷൻ പോലത്തെ ഒരു സോഫ്റ്റ്വെയറാണ് വരുന്നത്. പിന്നെ അതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് യൂണിസോക്കിൻ്റെ T612 എന്ന് പറയുന്ന ഒരു ബേസിക്, ഏറ്റവും മിനിമം യൂസിങ്ങിന് പറ്റിയ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പറ്റിയ ഒരു പ്രോസസ്സറാണ്. ഗെയിം കളിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുകയേ വേണ്ട. ഗെയിമൊന്നും ഏറ്റവും സാധാരണ ടൈപ്പ് ഗെയിമുകളുണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ 2D ഗെയിംസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുള്ളൂ. വലിയ ഗ്രാഫിക്സുള്ള ഗെയിമുകളെ കുറിച്ചൊന്നും ചിന്തിക്കുക വേണ്ട. ഇതിപ്പോൾ നമ്മളെടുത്തുള്ള ഇതിൻ്റെ 3GB RAM 32GB സ്റ്റോറേജുള്ള വേരിയൻ്റാണ്. ഇതിൻ്റെ തന്നെ 4GB RAM 64GB വേരിയൻറ്റും അവൈലബിൾ ആണ് കേട്ടോ. പരമാവധി നിങ്ങൾ 64GB ഉള്ള ഒരു വേരിയൻ്റ് എടുക്കുന്നതാണ് കുറച്ചും നല്ലത്. പിന്നെ ഈ ഫോണകത്ത് ഇനി എന്താ പറയാൻ, ഡിസ്പ്ലേ നല്ലതാണ്, ടച്ച് റെസ്പോൺസൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറ എടുത്ത് നോക്കാം. ഇതിനകത്ത് 50 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് നേരത്തെ പറഞ്ഞു. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഫോണൊന്നുമല്ല കേട്ടോ. ഒരു സാധാരണ ഒരു ക്യാമറ മാത്രമേ നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത് പ്രോസസ്സിങ്ങിനാണ് കുറേ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലെന്ന് പറയാം. ഗംഭീര ക്യാമറ എന്നല്ല കണ്ടോ, ഇവിടെ ഡീറ്റെയിലിംഗ് ഒക്കെ പോകുന്നുണ്ട്, ഒരു കാർട്ടൂൺ പോലെ ആവുന്നുണ്ട്. എന്നാൽ കൂടി 50 MP ക്യാമറയാണ് ഈ കാണുന്നത്. ഇതൊരു ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഫോണൊന്നുമല്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ബാക്ക് ക്യാമറ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അറിയില്ല. ഇനി ബാക്ക് ക്യാമറയിൽ നമുക്ക് വീഡിയോഗ്രാഫി നോക്കുമ്പോൾ വീഡിയോ ഫുൾ HD നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. മോർ സെറ്റിങ്സിനകത്ത് ഇവിടെ പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, ലൈവ് ടൈം ലാപ്സ് മോഡ്, പിന്നെ 50 MP ഹൈ റെസൊല്യൂഷൻ മോഡ്, നൈറ്റ് മോഡ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ക്യാമറയ്ക്ക് ഒരു ബേസിക് ആവും. നിങ്ങൾ സാധാരണ രീതിയിൽ വേണ്ട ഈ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാം, ഈ ഗൂഗിൾ പേ സ്കാൻ ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ വേണ്ടി മാത്രം പറ്റിയിട്ടുള്ള ഒരു ക്യാമറയാണ് കേട്ടോ. ഒരു ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. കാരണം ഈ ഒരു ക്യാമറയുടെ ഒരു റൗണ്ട് കണ്ടിട്ട് നമ്മൾ വലിയ ക്യാമറയോ നല്ല ക്ലാരിറ്റി ഉണ്ടോ എന്ന് വിചാരിക്കേണ്ട. ഈ കുഞ്ഞി വട്ടാണ് അതിൻ്റെ സെൻസർ കണ്ടോ, മറ്റേത് ഡിസൈൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 5 മെഗാപിക്സലിലെ ഫ്രണ്ട് ക്യാമറ വരുന്നുള്ളൂ. അത് 8 MP പോലും ഇല്ല, ഏറ്റവും കുറഞ്ഞ ഫ്രണ്ട് ക്യാമറ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതിനകത്ത് ലൈവായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോ ആണ്. ഇവിടെ ബ്യൂട്ടിഫിക്കേഷൻ മോഡും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഫിൽറ്റേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇവിടെ വീഡിയോ മോഡ്, പോർട്രേറ്റ് മോഡ്, അത് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ബ്ലർ ആവുന്നുണ്ട് കേട്ടോ. 5 MP ഉള്ളതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സെൽഫി ഒരു ബിലോ ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത്രയും ഞാൻ വെച്ചിട്ട് സെൽഫി ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. കാരണം വളരെ ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ്. അപ്പോൾ എൻ്റെ മൊബൈലിലും ഈ പറയുന്ന പോലെ ബ്യൂട്ടിഫിക്കേഷൻ മോഡും ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ്. ചിലപ്പോൾ കുറച്ച് ഭംഗിയിൽ തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ഈ നേരിട്ട് കാണുമ്പോൾ, ഈ ഫോണിൽ കാണുമ്പോൾ ഒട്ടും ക്വാളിറ്റി ഇല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല വീഡിയോ ഫോട്ടോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഫോണിനകത്ത് ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഇതാണ്. നേരിട്ട് കാണുമ്പോൾ ഒട്ടും ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കുഴപ്പമില്ല, നല്ല ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തിരക്കേടില്ലാത്തൊരു സെൽഫിയൊക്കെ കിട്ടും. പിന്നെ ക്യാമറയെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും കൂടുതലായിട്ട് പറയാനില്ല. അപ്പോൾ ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാം. തിരക്കേടില്ലാത്തൊരു ഫോൺ നിങ്ങൾക്കൊരു വീട്ടുകാർക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനൊക്കെ വാങ്ങിച്ചു കൊടുക്കാനാണെങ്കിൽ പറ്റും. ഓൺലൈൻ ക്ലാസ്സിന് കുട്ടികൾക്ക് പറ്റും. ഫിംഗർ പ്രിൻറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്പീഡ് കാണിച്ചിട്ട് കേട്ടോ. ഫിംഗർ പ്രിൻറ്റ് സൈഡാണ് വരുന്നത്. അത് ഈ ഒരു ടൈം ഭയങ്കര ഫാസ്റ്റല്ല, അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഓണായി വരാൻ ഒരു ചെറിയൊരു സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട് മാത്രം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് തോന്നിയത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്, ബൈ.